عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات فبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മുസ്ലിമിൻ്റെ ഒരു ദിവസം എന്ന നമ്മുടെ പഠന പരമ്പരയിൽ ഒരു മുസ്ലിം രോഗാവസ്ഥയിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകരിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ദിവസങ്ങളെല്ലാം എന്നും ആരോഗ്യപൂർണവും സൗഖ്യപൂർണവും ആയിരിക്കുക എന്നത് സംഭവ്യമല്ല. മനുഷ്യജീവിതം എന്ന് പറയുന്നത് സുഖങ്ങളും ദുഃഖങ്ങളും മാറി മാറി വരുന്ന ഒരവസ്ഥയിലാണ് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. എന്നും ആരോഗ്യത്തോടുകൂടെ ഇരിക്കുക എന്നതല്ല, മറിച്ച് ചില ദിവസങ്ങളിൽ നമ്മിലേക്ക് രോഗങ്ങൾ കടന്നുവരും. അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ ഒരു മുസ്ലിം പാലിക്കേണ്ടുന്ന മര്യാദകളും അവൻ്റെ മാനസികമായ അവസ്ഥകളും എന്തായിരിക്കണം എന്നതിനെ സംബന്ധിച്ചാണ് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. സഹോദരന്മാരെ, ഐഹികമായ ജീവിതം എന്ന് പറയുന്ന ഈ നാം ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ജീവിതം, ഇവിടെ ഒന്നും നമുക്ക് ശാശ്വതമല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ന് നമ്മെ ചിരിപ്പിക്കുന്ന ദുനിയാവ് നാളെ നമ്മെ കരയിക്കുകയാണ്. ഇന്ന് നമുക്ക് സന്തോഷമാണെങ്കിൽ മറ്റൊരു ദിവസം ദുഃഖമാണ് കടന്നു വരുന്നത്. അങ്ങനെ രാവും പകലും മാറി മാറി വരുന്നത് പോലെ, കാലാവസ്ഥകൾ മാറി മാറി വരുന്നത് പോലെ, സുഖവും ദുഃഖവും സന്തോഷവും സങ്കടങ്ങളുമൊക്കെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേകമായ ഒരവസ്ഥയിലാണ് ഭൗതികമായ ലോകത്തുള്ള നമ്മുടെ ജീവിതം അള്ളാഹു ക്രമീകരിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ഒന്നിൻ്റെ പേരിൽ നമ്മൾ വളരെയേറെ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ
കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ പേരിൽ തന്നെ പലപ്പോഴും വിലപിക്കേണ്ടി വരുന്ന അവസ്ഥയും നാം കണ്ടുവരികയാണ്. ഐഹികമായ ലോകം തന്നെ അങ്ങനെയാണല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വസിയത്ത് എന്താണ്? കുൻ ഫിദ്ദുന്യാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ. നീ ഈ ദുനിയാവിൽ നീ ജീവിക്കേണ്ടത്, ഈ ലോകത്തെക്കുറിച്ച് നീ മനസ്സിലാക്കേണ്ടത്, നീ ഇവിടെ കഅന്നക ഗരീബുൻ, ഒരു വിദേശിയെ പോലെയാണ്. ഔ ആബിറു സബീൽ, അതല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരൻ, അല്പനേരം വിശ്രമിച്ച് മറ്റൊരു രാജ്യത്തേക്കുള്ള വഴിക്കിടെ ഒന്ന് മുറിച്ച് കടന്നു പോകുന്ന ഒരു പ്രദേശം. അതിലപ്പുറമൊന്നും ദുനിയാവിനെക്കുറിച്ച് നീ വിചാരിക്കേണ്ടതില്ല. പ്രവാസികളാണ്, ഈ ഭൂമിയിൽ തന്നെ നമ്മൾ പ്രവാസികളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പാരത്രികമായ ലോകത്തേക്കുള്ള യാത്രാമധ്യേ ഇടക്കൊരിടത്താവളം, കുറച്ചു നേരത്തേക്ക് മറ്റൊരു രാജ്യത്തേക്കുള്ള യാത്രാമധ്യേ വേറൊരു എയർപോർട്ടിലൂടെ നമ്മളൊന്നിങ്ങനെ കടന്നു പോകുന്ന ഒരു ആബിറു സബീൽ, ഒരല്പനേരം ഒരിടത്ത് തങ്ങുന്ന ഒരുവനെ പോലെ. ഇവിടെ ഒന്നും ശാശ്വതമല്ല. ഇത് മനസ്സിലാക്കുകയാണ് ആദ്യമായി ഒരു മനുഷ്യൻ അവൻ്റെ രോഗാവസ്ഥയിൽ ശാന്തി ലഭിക്കാൻ വേണ്ടി ചെയ്യേണ്ടുന്ന ഒന്നാമത്തെ കാര്യം. നമുക്കെല്ലാം പല ഘട്ടങ്ങളിലായിക്കൊണ്ട് പല വിധത്തിലുള്ള രോഗങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കും. അള്ളാഹുവിനോട് ആഫിയത്തിന് വേണ്ടി 2 നേരവും തേടുവാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയത ഫിദ് ദുനിയാ വൽ ആഖിറ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പ്രഭാത പ്രദോഷ പ്രാർത്ഥനകളിൽ വളരെ മുഖ്യമായ ഒരു പ്രാർത്ഥനയായിരുന്നു അത്. നമ്മോട് പ്രവൃത്തിപദത്തിൽ കൊണ്ടുവരാൻ ഏൽപ്പിച്ചിട്ടുള്ള ദുആയുമാണത്. അല്ലാഹുവേ, ഇഹത്തിലും പരത്തിലും സൗഖ്യം, ആഫിയത്ത് ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് സുദീർഘമായൊരു പ്രാർത്ഥനയാണ്. ഞാനതിൻ്റെ മറ്റു വശങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല. നാം ഇവിടെ നന്നായി വിശദീകരിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു ദുആയാണത്. അള്ളാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കുകയാണ്. ആരോഗ്യം തരണേ ദുനിയാവിലും ആഖിറത്തിലും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പ്രഭാത പ്രാർത്ഥനയിലുമുണ്ട്, വൈകുന്നേരത്തെ അഥവാ പ്രദോഷ പ്രാർത്ഥനയിലുമുണ്ട്. നാം അത് ചെയ്യാറുണ്ടോ, നാം അത് പ്രാർത്ഥിക്കാറുണ്ടോ എന്നത് വേറെ വിഷയമാണ്. നാം അത് ശ്രദ്ധിക്കേണ്ടവരാണ്. ആഫിയത്തിനെ ചോദിക്കുന്നുണ്ട് നമ്മൾ 2 സുജൂദുകൾക്കിടയിൽ നാം അള്ളാഹുവിനോട് ചോദിക്കുന്ന പ്രാർത്ഥനയുടെ അകത്ത് ആഫിനി എന്നുണ്ട്. എനിക്ക് ആരോഗ്യം തരണേ, ആഫിയത്ത് തരണേ എന്ന് നമ്മൾ അള്ളാഹുവിനോട് നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും നാം അള്ളാഹുവിനോട് നിരന്തരമായി തേടുന്നുണ്ട്. എന്നാലും ഒരു പരീക്ഷണം എന്ന നിലക്കും ചില ഘട്ടങ്ങളിൽ നമ്മിൽ നിന്നുണ്ടാകുന്ന ചില പ്രത്യേകമായ തിന്മകൾക്കുള്ള ഒരു ശിക്ഷ എന്ന നിലക്കും ചില ഘട്ടങ്ങളിൽ നാം രോഗത്തിന് അടിമപ്പെടാം. എന്തിൻ്റെ പേരിലാണ് രോഗം വന്നത്? ഇതെനിക്ക് പരീക്ഷണമായിട്ടാണോ, അതോ എന്നിൽ സംഭവിച്ചു പോയിട്ടുള്ള ഏതെങ്കിലും പാപങ്ങളുടെ പരിണിത ഫലമായിട്ടാണോ എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതിനെക്കുറിച്ച് ആകുലപ്പെട്ടിരിക്കുന്നതിന് പകരം രോഗം വന്നു കഴിഞ്ഞാൽ ഒരു മുസ്ലിം അവൻ്റെ ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന മാനസികമായ ചില ധൈര്യങ്ങൾ അവൻ സംഭരിച്ചെടുക്കേണ്ടതുണ്ട്. മാനസികമായി ചില കരുത്ത് അവൻ നേടിയെടുക്കേണ്ടതുണ്ട്. അത് നന്നായി നമ്മുടെ മനസ്സിനെ നാം എപ്പോഴും പഠിപ്പിച്ച് തയ്യാറാക്കിക്കൊണ്ടിരിക്കണം. അള്ളാഹു നമുക്ക് ആഫിയത്ത് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, യാതൊരു നിലക്കുള്ള പ്രയാസങ്ങളുമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യൻ ഒന്നുമില്ല എന്ന് വിചാരിച്ച് നടക്കുന്നതിനിടയിൽ അവൻ്റെ ബ്ലഡ് ഒന്ന് പരിശോധിച്ചു, അതല്ലെങ്കിൽ യൂറിനൊന്ന് പരിശോധിച്ചു, അതല്ലെങ്കിൽ അവൻ്റെ മറ്റേതെങ്കിലും ഭാഗത്തൊരു ടെസ്റ്റ് നടത്തിയപ്പോഴായിരിക്കും ഒളിഞ്ഞു കിടക്കുന്ന ഒരു രോഗം പെട്ടെന്ന് പുറത്തു ചാടുകയാണ്. അവിടെ മുതൽക്ക് നമ്മൾ അറിയുന്നു, ഞാനൊരു രോഗിയാണ്, എൻ്റെ ശരീരത്തിൽ ഇന്ന രോഗമുണ്ട്, എനിക്കിന്ന പ്രശ്നമുണ്ട്. അങ്ങനെ രോഗിയാണെന്നൊരു മനുഷ്യൻ അറിയുന്ന ഘട്ടത്തിൽ അവൻ എന്ത് ചെയ്യണം, അവൻ എന്ത് ഉൾക്കൊള്ളണം? മറ്റുള്ളവരെ പോലെ ആയിരിക്കരുത് ഒരു മുസ്ലിമിൻ്റെ ഒരു ദിവസത്തിലെ ഓരോ ജീവിതങ്ങളും ഓരോ സമയങ്ങളും. രോഗിയാണെന്ന് ഞാൻ അറിയുമ്പോൾ
അവൻ തൻ്റെ മനസ്സിനെ പഠിപ്പിക്കേണ്ടുന്ന ചില പരമപ്രധാനമായ കാര്യങ്ങളുണ്ട്. അതിലേക്കാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധ, എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത്. ഒന്നാമത്തത്, നാം അറിയണം, അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസിക്ക് നൽകുന്ന, സത്യവിശ്വാസിയോട് ഇഷ്ടം വെക്കുന്ന സന്ദർഭത്തിൽ അവന് നൽകുന്ന പരീക്ഷണങ്ങളിൽപ്പെട്ട പരീക്ഷണമാണ് രോഗം എന്ന് നമ്മൾ അറിയണം. പലപ്പോഴും രോഗം വന്നു കഴിഞ്ഞാൽ, ഞാനൊരു രോഗിയാണെന്നറിയുമ്പോൾ മനസ്സ് നിരാശപ്പെട്ട് വളരെയേറെ ദേഷ്യപ്പെട്ട് പലപ്പോഴും പല രൂപത്തിലുള്ള ക്ഷമകേടിൻ്റെയും സഹികേടിൻ്റെയും സംസാരങ്ങൾ പറഞ്ഞ് നമുക്ക് അത് മുഖേന ലഭിക്കാവുന്ന പുണ്യങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് ബഹുഭൂരിപക്ഷം ആളുകളിലും ഉള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കുക, മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഇളമൽ ജസാഇ മഅ ഇളമിൽ ബലാഇ وإن الله إذا أحب قوما ابتلاهم فمن رضي فله الرضا ومن سخط فله السخط رواه الترمذي رحمه الله. അനസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, قال رسول الله صلى الله عليه وسلم إن عظم الجزاء مع عظم البلاء. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഏറ്റവും വലിയ പ്രതിഫലം ലഭിക്കുന്നത് ഏറ്റവും പരീക്ഷണങ്ങളുടെ കൂടെയാണ്. ഏറ്റവും വലിയ പരീക്ഷണം ആർക്കുണ്ടോ അവർക്കാണ് ഏറ്റവും വലിയ പ്രതിഫലം അല്ലാഹു നൽകുന്നത്. നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. രോഗം വന്നു കഴിഞ്ഞാൽ നാം ഉൾക്കൊള്ളേണ്ടുന്ന യാഥാർത്ഥ്യങ്ങളാണ്. പരീക്ഷണങ്ങൾ വരുമ്പോൾ പരീക്ഷിക്കപ്പെട്ട ആളുകളെ സമാധാനിപ്പിക്കേണ്ടുന്ന തത്വങ്ങളാണ്. നാം അറിയേണ്ടുന്ന നമ്മുടെ ഈമാനികമായ ഭാഗങ്ങളാണ്. അതുകൊണ്ട് നാം മനസ്സിലാക്കുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇന്നല്ലാഹ ഇദാ അഹബ്ബ ഖൗമൻ ഇബ്തലാഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ജനതയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവനെ കടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയരാക്കും. അങ്ങനെ പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ ഫമൻ റളിയ, ആര് തൃപ്തിപ്പെട്ടുവോ, ആര് തനിക്ക് വന്നിട്ടുള്ള ഈ പരീക്ഷയിൽ, ആ പരീക്ഷണത്തിൽ തൃപ്തനാകുന്നുവോ, ഫലഹുർ റിളാ, അവന് അല്ലാഹുവിൻ്റെ തൃപ്തി ലഭിക്കും. വമൻ സഖത, ആര് കോപിക്കുന്നുവോ, ആര് ക്ഷമകേട് കാണിച്ചുകൊണ്ട് ക്ഷമകേടിൻ്റെയും ആ രൂപത്തിലുള്ള വർത്തമാനങ്ങളുമൊക്കെ പറയുന്നുവെങ്കിൽ ഫലഹു സുഖ്തു, അവന് അല്ലാഹുവിൻ്റെ കോപമാണ് അവന് അത് മുഖേന ഉണ്ടായിത്തീരുന്നത്. അപ്പോൾ പരീക്ഷണങ്ങളിൽ സഹിക്കാനും ക്ഷമിക്കാനുമുള്ള ഒരു കരുത്ത് നേടിയെടുക്കാൻ വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, പരീക്ഷണങ്ങൾ സ്വാഭാവികമാണ്. ആ പരീക്ഷണങ്ങളിലൂടെ അല്ലാഹു അടിമക്ക് നന്മയാണ് ഉദ്ദേശിക്കുന്നത്. ഇനിയും ധാരാളം ഈ വിഷയത്തിലെ ഹദീസുകൾ നമുക്ക് കേൾക്കാനുണ്ട്. ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹിൽ ഖൈർ അജ്ജല ലഹുൽ ഉഖൂബത ഫിദ്ദുനിയാ വഇദാ അറാദല്ലാഹു ബിഅബ്ദിഹി ശർറ അംസക അൻഹു ബിദംബിഹി ഹത്താ യുവാഫിയ ബിഹി യൗമൽ ഖിയാമah. അല്ലാഹു തൻ്റെ അടിമയെ കൊണ്ട് ഖൈർ ഉദ്ദേശിക്കുന്നതായാൽ ദുന്യാവിൽ വെച്ച് തന്നെ അവന് ശിക്ഷയങ്ങ് ധൃതി കൂട്ടി കൊടുക്കും, ആഖിറത്തിലേക്ക് മാറ്റിവെക്കാതെ. അവനൊരു പക്ഷേ തിന്മകൾക്ക്, അവൻ്റെ പല തിന്മകൾക്കും ശിക്ഷ ഇവിടെ വെച്ചങ്ങ് കൊടുത്തു തീർക്കും, പരലോകത്ത് അവന് ശിക്ഷയുണ്ടാവില്ല. വഇദാ അറാദല്ലാഹു ബിഅബ്ദിഹി ശർറ, ഒരു അടിമയെ കൊണ്ട് ശർ ഉദ്ദേശിക്കുമ്പോൾ അവൻ്റെ പാപങ്ങളതാ പിടിച്ചു വെച്ച് അവന് അത് മുഖേന ദുന്യാവിലൊന്നും ബാധിക്കാതെ ആഖിറത്തിലെത്തുമ്പോൾ അവന് കടുത്ത നിലക്കുള്ള ശിക്ഷ അത് കാരണത്താൽ അവന് ലഭിക്കുന്നു. ഇവിടെയും നമുക്ക് മനസ്സിലാക്കി തരുന്ന തത്വം എന്തെന്നാൽ, അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ, അള്ളാഹുവിങ്കൽ നിന്നുള്ള പരീക്ഷണങ്ങൾ ഒരു വേള നമ്മുടെ ദൻബുകളുടെ, നമ്മുടെ കുറ്റങ്ങളുടെ കാരണമായിട്ട് സംഭവിക്കുകയാണെങ്കിൽ ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടുള്ള പ്രയാസം ഇവിടെ വെച്ചങ്ങ് കഴിഞ്ഞു തീർന്നല്ലോ. ആഖിറത്തിൽ അല്ലാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലമാണ് കിട്ടുന്നതെങ്കിലോ അതും അവന് ഖൈറല്ലേ. ഈ കാലം മാത്രമുള്ള ഈ ദുന്യാവിൽ വെച്ച് ശിക്ഷ അനുഭവിക്കുന്നതും ശാശ്വതമായ പരലോകത്ത് വെച്ച് അനന്തമായ ശിക്ഷ അനുഭവിക്കുന്നതും തമ്മിൽ ഇവിടെ അങ്ങ് കിട്ടിത്തീർന്നു പരലോകത്ത് രക്ഷപ്പെടുകയാണെങ്കിൽ അതല്ലേ നല്ലത്. ആ നിലക്കുള്ള ചിന്തയിലേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാചകത്തിലൂടെ നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചത്. ഇനിയും നോക്കൂ, മഹാന്മാരായ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് വിധേയരായവർ.
സഅദ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി, ഞാൻ റസൂലുള്ളാഹിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, അയ്യുന്നാസി അശദ്ദു ബലാഅ, ആളുകളിൽ ഏറ്റവും കടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയരാകുന്ന ആളുകൾ ആരാണ്? ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽ അംബിയാ സുമ്മൽ അംസലു ഫല്ലംസലു, അംബിയാക്കളാണ് ജനങ്ങളിൽ കടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയരാകുന്നത്. പിന്നെ അവരോടടുത്ത് ശ്രേഷ്ഠവാന്മാർ, പിന്നീട് അവരോടടുത്ത ശ്രേഷ്ഠവാന്മാർ. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊന്നുകൂടി വിശദീകരിക്കുകയാണ്. ഫയുബ്തലർ റജുലു അലാ ഹസബി ദീനിഹി, ഒരു മനുഷ്യൻ പരീക്ഷിക്കപ്പെടുന്നത് അവന്റെ ദീനനുസരിച്ചായിരിക്കും. ഫഇൻ കാന ദീനുഹു സുൽബാ, ഒരാളുടെ ദീന് എത്രത്തോളം നല്ല കടുത്തുറച്ച ഈമാനുണ്ടോ, ഇഷ്തദ്ദ ബലാഉഹു, അവനുള്ള പരീക്ഷണങ്ങളും കടുത്തതായി മാറും. വഇൻ കാന ഫീ ദീനിഹി റിഖാ, ഇനി ദീനിൽ അല്പം ലോലമാണെങ്കിൽ ഉബ്തുലിയ അലാ ഹസബി ദീനിഹി, അവന്റെ ദീനനുസരിച്ചുള്ള ലോലമായ പരീക്ഷണങ്ങളുമാണ് കിട്ടുക. ഫമാ യബ്റഹുൽ ബലാഉ ബിൽ അബ്ദി ഹത്താ യത്റുകഹു യംശി അലൽ അർളി മാ അലൈഹി ഖതീഅത്തുൻ, ഒരു മനുഷ്യനിൽ ബലാഹുകളും മുസീബത്തുകളും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഹത്താ യത്റുകഹു യംശി അലൽ അർളി, അങ്ങനെ കടുത്ത പരീക്ഷണങ്ങൾ ദുനിയാവിൽ വന്ന് 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 മുഅ്മിനായ മനുഷ്യനതൊക്കെ സഹിച്ച് ദുനിയാവിൽ അവൻ ക്ഷമകേട് കാണിക്കാതെ റബ്ബിൻ്റെ തീരുമാനങ്ങളിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് അവൻ സഹിച്ചുകൊണ്ട് ദുനിയാവിൽ കഴിയുമ്പോൾ ഭൂമിയിലൂടെ അവൻ നടക്കുമ്പോൾ മാ അലൈഹി ഖതീഅത്തുൻ, ഒരു പാപവും ആ മനുഷ്യനിൽ ബാക്കിയില്ലാത്ത നിലക്ക് അള്ളാഹു അതിലൂടെ അയാളങ്ങോട്ട് ശുദ്ധീകരിച്ചെടുത്തിട്ടുണ്ടാകും. അള്ളാഹു അയാൾ അതിലൂടെ സ്ഫുടം ചെയ്തെടുത്തിട്ടുണ്ടാകുന്നതാണ്. അപ്പം നമ്മളാരും വിചാരിക്കേണ്ട, നമുക്കൊരു പരീക്ഷണം വരുമ്പോൾ ശാരീരികമായും മാനസികമായും ഒക്കെ പരീക്ഷണങ്ങൾ ഉണ്ടാകുന്ന അല്ലാഹു തആല പറഞ്ഞതാണ്. അതിലൊരു സംശയവുമില്ല. അല്ലാഹു തആല വളരെ കൃത്യമായി സത്യം ചെയ്തുകൊണ്ട്, അതല്ലെങ്കിൽ ശക്തമായ നിലക്ക് തന്നെ പറഞ്ഞതാണല്ലോ, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ, നിശ്ചയമായും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഏതൊക്കെ നിലക്ക് പരീക്ഷിക്കും? നിങ്ങൾക്ക് ശാരീരികമായി പ്രയാസം കൊണ്ട് പരീക്ഷിക്കും, സാമ്പത്തിക പ്രയാസം കൊണ്ട് പരീക്ഷിക്കും, അതുപോലെ തന്നെ എല്ലാ നിലക്കും ഏതൊക്കെ നിലക്ക് കാർഷികമായ ഉൽപ്പന്നങ്ങളുടെ കമ്മി നിമിത്തം, അതുപോലെ തന്നെ വിശപ്പ് നിമിത്തമൊക്കെ പല നിലക്കും പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഏതു പരീക്ഷണങ്ങളുടെ നേരത്തും വബശ്ശിരിസ് സാബിരീൻ, സഹനമുള്ളവരോട് സന്തോഷ വാർത്ത അറിയിക്കൂ നബിയേ. ആരാണ് സഹനമുള്ളവർ? ആരാണ് ക്ഷമാലുക്കൾ? അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ, അവർക്കൊരാപത്ത് ബാധിച്ചു കഴിഞ്ഞാൽ ഖാലു, അവർ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവർക്കെന്താപത്ത് ബാധിച്ചു കഴിഞ്ഞാലും അവർ ക്ഷമകേടിൻ്റെ വർത്തമാനങ്ങൾ പറയാതെ അവർ സ്വന്തത്തെ പഠിപ്പിക്കും, ഇന്നാ ലില്ലാഹ്, ഞങ്ങളൊക്കെ അല്ലാഹുവിൻ്റെതാണ്, അള്ളാൻ്റെ സൃഷ്ടികളാണ്, അവൻ്റെ അടിമകളാണ്, ഞങ്ങളിൽ എന്ത് തീരുമാനമെടുക്കാനും അല്ലാഹുവിന് സ്വാതന്ത്ര്യമുണ്ട്, ഞങ്ങളിൽ എന്ത് തീരുമാനമെടുക്കാനും റബ്ബ് അർഹതയുള്ളവനാണ്, അവകാശപ്പെട്ടവനാണ്, അതിനെ ചോദ്യം ചെയ്യാൻ എനിക്ക് പാടില്ല. എൻ്റെ റബ്ബ് എനിക്ക് വിധിക്കുന്നതെന്തും എനിക്ക് ഖൈറായിരിക്കും. വഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങളൊക്കെ അവങ്കലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ്. ആ നിലക്ക് നല്ല ക്ഷമയും സഹനവും കൈക്കൊള്ളുന്ന ആളുകളോട് സന്തോഷ വാർത്ത അറിയിക്കണം. ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. അവർക്കാണ് അല്ലാഹുവിങ്കൽ നിന്നുള്ള ഗുണങ്ങൾ ഇങ്ങനെ വർഷിച്ചു കൊണ്ടിരിക്കും. അള്ളാഹിൻ്റെ കാരുണ്യം അവരുടെ മേലുണ്ടായിക്കൊണ്ടിരിക്കും. അവർക്ക് അല്ലാഹുവിങ്കൽ നിന്ന് സന്മാർഗം സിദ്ധിച്ചുകൊണ്ട് നല്ലവരായ ഒരവസ്ഥയിലേക്കാണ് അവർ മുന്നോട്ട് പോവുക. അപ്പോൾ ക്ഷമിക്കുക, സഹിക്കുക എന്നത് അല്ലാഹുവിങ്കൽ നിന്നുള്ള പരീക്ഷണങ്ങൾ ലതുബ്ലൗന്ന ഫീ അംവാലിക്കും വഅൻഫുസിക്കും, നിങ്ങളുടെ ദേഹങ്ങളുടെ കാര്യത്തിലും നിങ്ങളുടെ സമ്പത്തുക്കളുടെ കാര്യത്തിലും നിങ്ങൾ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ദേഹം കൊണ്ടുള്ള പരീക്ഷണമാണ് നമുക്ക് രോഗമുണ്ടാകൽ. അങ്ങനെ രോഗം വന്നു കഴിയുമ്പോൾ നമ്മൾ സഹികേട് കൊണ്ട് പറഞ്ഞു പോകരുത്,
എൻ്റെ റബ്ബെന്തേ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്, എൻ്റെ റബ്ബെന്തേ എന്നെ ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്നത്. വേദന സഹിക്കാതാവുമ്പോൾ പലപ്പോഴും അങ്ങനെ ക്ഷമകേടിൻ്റെ വാക്കുകൾ പറഞ്ഞു പോയേക്കും. പക്ഷേ പറയാതിരിക്കാനാ ശ്രദ്ധിക്കേണ്ടത്. അതിനാണ് അള്ളാഹുവിൻ്റെ റസൂലിലൂടെ ഈ തത്വങ്ങൾ പഠിപ്പിക്കുന്നത്. മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുസിബ് മിൻഹു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അല്ലാഹ് ഒരാളെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ചാൽ യുസിബ് മിൻഹു, ആ മനുഷ്യന് അല്ലാഹ് വല്ല ആപത്തുകളും കൊടുക്കും. സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. നമ്മൾ നെഞ്ചേറ്റി കൊണ്ടു നടക്കേണ്ട കാര്യങ്ങളാണ്, നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കേണ്ട യാഥാർത്ഥ്യങ്ങളാണ്. അല്ലാഹ് നമുക്കൊരു ഖൈർ ഉദ്ദേശിക്കുമ്പോഴാണ് നമുക്കൊരു പരീക്ഷണം വരുന്നത്. നമ്മൾ മനസ്സിനെ പഠിപ്പിക്കണം. എനിക്കിതിലൂടെ അല്ലാഹ് എന്നെ കൊണ്ടൊരു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിനെ പഠിപ്പിച്ച് സമാധാനപ്പെടുത്തേണ്ടത്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അദ്ദേഹം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അരികിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടുന്ന് പനിച്ച് വേദനിച്ച് കിടന്ന് പ്രയാസപ്പെടുകയാണ്. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്നക തുഅകു വഅകൻ ശദീദാ, ബിയേ നിങ്ങൾക്ക് വല്ലാത്ത വേദനയുണ്ടല്ലേ, വല്ലാത്ത പനിയും പ്രയാസവും വേദനയും നിങ്ങൾക്കുണ്ടല്ലോ, കഠിനമായ പ്രയാസം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടല്ലേ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജല്ലതെ, ഇന്നി ഉഅകു കമാ യുഅകു റജുലാനി മിൻകും, നിങ്ങളുടെ രണ്ടാൾക്കുള്ളത്ര വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരാളുടെ രോഗം പോലെയല്ല, നിങ്ങളിൽ രണ്ടാൾക്കുള്ളത്ര രോഗാവസ്ഥയിലുള്ള വേദനയാണ് ഞാൻ ഒറ്റയ്ക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് സഹാബിയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ദാലിക അന്നലക അജ്റൈൻ, അപ്പൊ നബിയേ നിങ്ങൾക്ക് രണ്ടാളുടെ പ്രതിഫലവും ഉണ്ടാകുമല്ലേ, നിങ്ങൾക്ക് രണ്ട് കൂലിയും ഉണ്ടാകുമല്ലേ? ഖാല, അവിടുന്ന് പറഞ്ഞു, അജൽ ദാലിക കദാലിക, അതെ, എനിക്ക് രണ്ടാളുടെ വേദനയുണ്ടെങ്കിൽ എനിക്ക് രണ്ടാൾക്ക് കിട്ടുന്ന കൂലിയും ലഭിക്കുന്നതാണ്. അപ്പൊ വേദന സഹിക്കുന്നതിനനുസരിച്ച് അള്ളാഹ് കൂലി തരുന്നുണ്ട്. അള്ളാഹു നമുക്ക് കൂലി തരുന്നുണ്ട്. നമ്മൾ അനുഭവിക്കുന്ന പ്രയാസത്തിനനുസരിച്ച് നാം ക്ഷമകേടിൻ്റെ വാക്കുകൾ പറയാത്തിടത്തോളം സഹിച്ച് ക്ഷമിച്ച് റബ്ബിനോട് മാത്രം പ്രാർത്ഥിച്ചു പരാതിപ്പെട്ട് ജീവിക്കുന്നിടത്തോളം നമുക്കല്ലാഹു അതിലൂടെ ധാരാളം പ്രതിഫലം തരുന്നുണ്ട്. മുത്തഫഖുൻ അലൈഹിയായ സഹീഹ് ബുഖാരിയും മുസ്ലിമിലും വന്ന ഹദീസാണ് നിങ്ങൾ കേട്ട് കഴിഞ്ഞത്. സഹോദരന്മാരെ, പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്നവൻ ക്ഷമിച്ച് സഹിച്ച് അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ അവൻ വെറുപ്പ് കാണിക്കാതെ അവനോട് അള്ളാഹു പറഞ്ഞ കാരണങ്ങളെ സമീപിച്ച് ചികിത്സകൾ തേടി ആ രൂപത്തിൽ അനുവദനീയമായ മാർഗങ്ങൾ മാത്രം ചെയ്ത് ഹറാമിലേക്കും ശിർക്കിലേക്കും കുഫറിലേക്കും പോകാതെ അവൻ പിടിച്ചു നിന്ന് ക്ഷമിച്ച് സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ പരലോകത്ത് വമ്പിച്ച പ്രതിഫലമാണ് ലഭിക്കാൻ പോകുന്നത്. എത്രത്തോളം പരലോകത്ത് വെച്ച് പ്രതിഫലം കിട്ടും? തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, യവദ്ദു അഹ്ലുൽ ആഫിയത്തി യൗമൽ ഖിയാമ ഹീന യുഅ്താ അഹ്ലുൽ ബലാഇ സവാബ ലൗ അന്ന ജുലൂദഹും കാനത് ഖുരിദത് ഫിദ്ദുനിയാ ബിൽ മഖാരീൽ. യവദ്ദു അഹ്ലുൽ ആഫിയത്തി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആരോഗ്യമുള്ള ആളുകൾ കൊതിച്ചു പോകും. ദുന്യാവിൽ നല്ല ആരോഗ്യത്തോടെ ജീവിച്ചവര് നാളെ പരലോകത്തെത്തുമ്പോൾ മോഹിച്ചു പോകും. എന്ത് മോഹിക്കും? എപ്പോൾ മോഹിക്കും? ഹീന യുഅ്താ അഹ്ലുൽ ബലാ, ദുന്യാവിൽ വെച്ച് കടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയരായ രോഗികളും അതുപോലെയുള്ള വേദനിച്ച ശരീരങ്ങൾക്കുമൊക്കെ നാളെ പരലോകത്ത് അസ്സവാബ, അല്ലാഹ് കൊടുക്കുന്ന പ്രതിഫലം അവർ നാളെ പരലോകത്ത് വെച്ച് കാണുമ്പോൾ ആരോഗ്യത്തോടെ പരലോകത്തെത്തിയ ഈ ലോകത്ത് വെച്ച് അത്രയൊന്നും രോഗങ്ങൾക്കൊന്നും അടിമപ്പെടാതെ ജീവിച്ചു മരിച്ചുപോയ ആളുകൾ, രോഗികളായി കടുത്ത പ്രയാസത്തിന് അനുഭവപ്പെട്ട് വേദന സഹിച്ചുകൊണ്ട് ഈമാനൊരിക്കലും നഷ്ടപ്പെടുത്താതെ പിടിച്ചു നിന്ന് സബർ കാണിച്ച മുഅ്മിനുകൾക്ക് പരലോകത്ത് കൊടുക്കുന്ന കൂലിയുടെ വലുപ്പം കാണുമ്പോൾ ആരോഗ്യത്തോടെ ജീവിച്ച മനുഷ്യന്മാർ അവിടെ വെച്ച് കൊതിച്ചു പോകും. എന്താ കൊതിക്കുക? ലൗ അന്ന ജുലൂദഹും കാനത് ഖുരിദത് ഫിദ്ദുനിയാ ബിൽ മഖാരീൽ, ഞങ്ങളുടെയൊക്കെ തൊലികൾ
ദുന്യാവിൽ വെച്ച് തൊലിയുടെ ഓരോ ഭാഗങ്ങളും കത്രിക കൊണ്ട് കത്രിക്കപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. എന്താ പറഞ്ഞത്? കത്രിക കൊണ്ട് കത്തിക്കുക, ഇങ്ങനെ കത്രിക്ക. എന്തായിരിക്കും കത്രിക കൊണ്ട് ബോഡി മുറിച്ചാലുള്ള അവസ്ഥ? അത്ര വലിയ അങ്ങനൊക്കെ ആയിരുന്നാലും മതിയായിരുന്നു ഭൂമിയിൽ വെച്ച്. കാരണം വേദന അനുഭവിച്ചവർക്ക് എന്നിട്ട് ക്ഷമകേട് കാണിക്കാതെ സഹനം പാലിച്ച് ഈമാൻ നഷ്ടപ്പെടുത്താതെ കുഫറിലേക്ക് പോകാതെ ശിർക്കിലേക്ക് പോകാതെ കൃത്യമായി റബ്ബിന്റെ തീരുമാനത്തിൽ അടിയുറച്ച് സഹിച്ച മഹാന്മാർക്ക് പരലോകത്ത് കിട്ടുന്ന കൂലി കാണുമ്പോൾ മനുഷ്യൻ മോഹിച്ചു പോകുന്നു. ദുന്യാവിൽ എൻ്റെ ശരീരം ഇങ്ങനെ കത്രിക കൊണ്ട് കീറി മുറിച്ച് ഞാൻ അന്ന് വേദന അനുഭവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഇവിടെ എനിക്ക് അതിൻ്റെ വലിയ കൂലി കിട്ടുമായിരുന്നല്ലോ എന്ന് മോഹിച്ചു പോകുമെങ്കിൽ എത്രത്തോളമാണ് വേദനിക്കുന്ന ശരീരങ്ങൾക്ക് നാളെ പരലോകത്ത് അതിന് പകരമായി അള്ളാഹു പകരം നൽകുന്ന പുണ്യവും മഹത്വവും സ്വർഗീയമായ അനുഗ്രഹങ്ങളും എന്ന് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനിയും സഹോദരന്മാരെ, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് കേട്ടു നോക്കൂ. മാമിൻ മുസ്ലിമിൻ യുസീബുഹു അദം മിൻ മറളിൻ ഫമാ സിവാഹു ഇല്ലാ ഹത്തല്ലാഹു ബിഹി മിൻ സയ്യിആതിഹി കമാ തഹുത്തു ശജറതു വറഖഹാ. ഏതെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യന് രോഗം ബാധിച്ചു, രോഗം കാരണമായിട്ടവന് മനസ്സ് വേദനിച്ചു, അവൻ്റെ ശരീരം വേദനിച്ചു കഴിഞ്ഞാൽ ഇല്ലാ ഹത്തല്ലാഹു ബിഹി മിൻ സയ്യിആതിഹി, ശാരീരികമായിട്ടുള്ള രോഗമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രയാസം കാരണത്താൽ ഒരു മുസ്ലിമിന് ബുദ്ധിമുട്ട് അനുഭവിച്ചു, അവൻ വല്ലാതെ പ്രയാസപ്പെട്ടു ഭൂമിയിൽ, എങ്കിൽ ഇല്ലാ ഹത്തല്ലാഹു ബിഹി, അത് മുഖേന അല്ലാഹു തആല ഒഴിവാക്കി കൊടുക്കുന്നു, കൊഴിഞ്ഞു വീഴുന്നു ആ മനുഷ്യനില്ലെന്ന്. മിൻ സയ്യിആതിഹി, അവൻ്റെ കുറ്റങ്ങളും അവൻ്റെ പാപങ്ങളെയും അല്ലാഹു തആല കൊഴിച്ച് താഴേക്ക് വീഴ്ത്തുകയാണ്. ഏതുപോലെ കമാ തഹുത്തു ശജറതു വറഖഹാ, വൃക്ഷം അതിൻ്റെ ഇല കൊഴിക്കും പോലെ, വൃക്ഷത്തിൽ നിന്ന് ഇല കൊഴിഞ്ഞു വീഴും പോലെ രോഗിയായ മനുഷ്യൻ്റെ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യൻ്റെ പാപങ്ങൾ ഇങ്ങനെ അത് മുഖേന കൊഴിഞ്ഞു വീഴാണ്. മനസ്സിനെ പഠിപ്പിക്കണം. അല്ലാഹു നമുക്ക് ആഫിയത്ത് നൽകുമാറാകട്ടെ. മനസ്സിനെ പഠിപ്പിക്കണം. ഇനിയും നോക്കൂ അടുത്ത ഹദീസ്. മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിനതി ഫീ നഫ്സിഹി വ വലദിഹി വ മാലിഹി ഹത്താ യൽഖല്ലാഹ തആലാ വമാ അലൈഹി ഖതീഅത്തുൻ. മാ യസാലുൽ ബലാഉ, പരീക്ഷണങ്ങളായിക്കൊണ്ടേയിരിക്കും, ബിൽ മുഅ്മിനി വൽ മുഅ്മിനതി, ഒരു സത്യവിശ്വാസിയായ പുരുഷനിലും ഒരു സത്യവിശ്വാസിയായ പെണ്ണിലും സ്ത്രീയിലുമൊക്കെ പരീക്ഷണങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഫീ നഫ്സിഹി, അവൻ്റെ ശാരീരികമായ പരീക്ഷണം, വലദിഹി, അവൻ്റെ സന്താനവുമായി ബന്ധപ്പെട്ട പരീക്ഷണം, വമാലിഹി, അവൻ്റെ സാമ്പത്തികമായ പരീക്ഷണം. ഇങ്ങനെ ഏത് നിലക്ക് പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടും മനുഷ്യൻ ക്ഷമകേട് കാണിക്കാതെ അടിയുറച്ചു നിന്നാൽ ഹത്താ യൽഖല്ലാഹ തആലാ, അവൻ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ പരീക്ഷണങ്ങൾ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ വമാ അലൈഹി ഖതീഅത്തുൻ, അവൻ്റെ മേൽ പിന്നെ പാപങ്ങളില്ല. ഓരോ പരീക്ഷണങ്ങളും വരുമ്പോൾ അവൻ്റെ പാപങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞു പോവുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, കാലിൽ ഒരു മുള്ള് തറച്ചതിൻ്റെ വേദന നമ്മൾ സഹിച്ചാൽ പോലും അതിലൂടെ നമ്മുടെ പാപത്തിൻ്റെ കറകൾ പോവുകയാണ്, പാപങ്ങൾ കൊഴിഞ്ഞു വീഴുകയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവിടുന്ന് പറഞ്ഞു, അജബൻ ലിഅംരിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ഖൈറുൻ വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിൽ മുഅ്മിനി ഇന്ന സാബതുഹു സറാഉ ശകറ ഫകാന ഖൈറൻ ലഹു വഇന്ന സാബതുഹു ദറാഉ സബറ ഫകാന ഖൈറൻ ലഹു. സത്യവിശ്വാസിയുടെ കാര്യം വളരെ അത്ഭുതകരം തന്നെയാണ്. അവൻ്റെ എന്ത് കാര്യവും അവന് നന്മയാക്കി മാറ്റാൻ സാധിക്കുന്നു. വിശ്വാസിക്ക്, ഇവിടെ മുഅ്മിന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മളെ ഈമാൻ അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. മുഅ്മിനീങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും അതൊക്കെ പൊന്നാക്കാൻ കഴിയുന്ന പറയുന്നത്, തൊട്ടതൊക്കെ പൊന്നാക്കാൻ കഴിയുന്നവനാണ് മുഅ്മിൻ എന്നർത്ഥം. സത്യവിശ്വാസിക്ക് എന്ത് ബാധിച്ചാലും അതൊക്കെ അവന് നന്മയായിട്ടുള്ള പര്യവസാനമാണ് ഉണ്ടാകുന്നത്. എന്ത് ബാധിച്ചാലും അത് ഖൈറ, അത് മുഅ്മിനല്ലാതെ കിട്ടൂലാനാ അല്ലാഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മുഅ്മിനീങ്ങൾക്ക് മാത്രമേ ആ ഒരു ഭാഗ്യം കിട്ടുള്ളൂ. ഇന്ന സാബതുഹു സറാഉ ശകറ,
അവന് സന്തോഷകരമായ വല്ലതും കിട്ടിയാൽ അവൻ അഹങ്കരിക്കാതെ നന്ദിയുള്ളവനാകും. ഫക്കാന ഖൈറൻ ലഹു, അപ്പോൾ അതവന് നന്മയായി. സന്തോഷിക്കുന്ന കാര്യം കിട്ടിയാൽ അവൻ അല്ലാതെ അർമാദിച്ച് ആഹ്ലാദിച്ച് നെകളിപ്പ് കാണിക്കാതെ റബ്ബിന് ശുക്റുള്ളവനായി ജീവിക്കുന്നു. അപ്പോൾ അവന് കിട്ടിയ ആ സന്തോഷം പോലും അവന് നന്മയായി മാറി. വഇന്ന സാബത്തുഹു ലറാ, ഇനി അവന് വല്ല ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ബാധിച്ചാൽ സ്വബറ, അവൻ സഹിക്കും, അവൻ ക്ഷമിക്കും. ഫകാന ഖൈറൻ ലഹു, അതും അവന് നന്മയായി രേഖപ്പെടുത്തപ്പെടുന്നു. സാബിരീങ്ങൾക്ക് അള്ളാഹു കൊടുക്കുന്ന കൂലിക്ക് കണക്കില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ അങ്ങനെയാ പറഞ്ഞത്. ഇന്നമാ യുവഫ്ഫസ് സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, നിശ്ചയമായും കണക്കില്ലാത്ത പ്രതിഫലം അള്ളാഹു ചൊരിഞ്ഞു കൊടുക്കുന്നത് സാബിരീങ്ങൾക്ക് മാത്രമാകുന്നു. ക്ഷമാലുക്കൾക്ക് മാത്രമാണ് അള്ളാഹ് കണക്കില്ലാത്ത കൂലി കൊടുക്കുന്നത്. അത്രയും വലിയ പ്രതിഫലമാണ് സഹനവും ക്ഷമയുമൊക്കെയുള്ളവർക്ക്. സ്വർഗമാണ് അവർക്ക് കിട്ടാനുള്ളത്. നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് നടന്ന ഹൃദയസ്പൃക്കായ ഒരു സംഭവം നോക്കൂ നിങ്ങൾ. അതാ റളിയല്ലാഹു തആല അൻഹു പറയാണ്, സഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു എന്നോട് പറഞ്ഞു തന്നു ആ സംഭവം. സഹീഹുൽ ബുഖാരിയിൽ കാണാം, മുസ്ലിമിലും നമുക്ക് ഈ സംഭവം കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അതാ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയാണ്, അലാ ഉരീക ഇംറഅതൻ മിൻ അഹ്ലിൽ ജന്ന. ഖുൽതു ബലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് നടന്ന സംഭവം പറയാണ്, ഞാൻ നിനക്ക് സ്വർഗക്കാരിയായ ഒരു പെണ്ണിനെ കാണിച്ചു തരട്ടെയോ? സ്വർഗാവകാശിയായ ഒരു പെണ്ണിനെ ഞാൻ നിനക്ക് കാണിച്ചു തരട്ടെയോ? ഞാൻ പറഞ്ഞു, അതേ, എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട്. ആരാണ് ഈ സ്വർഗക്കാരിയായ സഹോദരി? ഖാല, അപ്പോൾ പറഞ്ഞു, ഹാദിഹിൽ മർഅത്തു സൗദാ, അതേ, അവിടെയുള്ള ഒരു കറുപ്പ് നിറത്തിലുള്ള കറുത്ത വർഗക്കാരിയായ ഒരു സഹോദരി. അത്തത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അവരൊരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അരികിലേക്ക് ചെന്നിട്ട് സങ്കടത്തോടെ പറയുന്നു, പ്രവാചകരെ, ഞാൻ ഇടയ്ക്കിടയ്ക്കിങ്ങനെ ബോധം കെട്ട് വീഴുന്ന ഒരസുഖമുണ്ടെനിക്ക്, ബോധരഹിതയായി വീഴുന്ന ഒരസുഖമുണ്ടെനിക്ക്. മാത്രമല്ല, ബോധരഹിതയായി വീഴുമ്പോൾ എൻ്റെ കാണാൻ പറ്റാത്ത ഔറത്ത് അന്യരില്ലെന്ന് ഞാൻ മറച്ചു വെക്കേണ്ടെന്ന്, ഞാൻ മറച്ചു വെക്കുന്ന എൻ്റെ ശരീരം വെളിവാകുന്നു നബിയേ. അതുകൊണ്ട് ഫദ്ഉല്ലാഹ ലീ, എൻ്റെ ആ അസുഖമൊന്ന് ശിഫയായി കിട്ടാൻ തങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഈ സഹോദരി വന്നിട്ട് തൻ്റെ രോഗത്തെക്കുറിച്ച് പറയുകയാണ്. അല്ലാഹുവിൻ്റെ റസൂലേ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ദുആ അള്ളാഹുവിൻ്റെ അടുക്കൽ ഇജാബത്തുള്ളതാണല്ലോ. അവിടുന്ന് പ്രാർത്ഥിച്ചു കിട്ടിയാൽ മതിയല്ലോ, ഉത്തരം കിട്ടുമല്ലോ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സ്വഹാബത്ത് പല ഘട്ടങ്ങളിലും റസൂലുള്ളാഹിനോട് വന്നിട്ട് പറയാറുണ്ട്, പ്രവാചകരെ ദുആ ചെയ്യണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഈ സഹോദരി വന്നിട്ട് പറഞ്ഞത്, എനിക്കിങ്ങനെ ഒരു രോഗമുണ്ട് നബിയേ. ആ രോഗാവസ്ഥയിൽ ഞാൻ വീഴുമ്പോൾ എൻ്റെ ഔറത്ത് വെളിവാകുന്നുണ്ട്, എൻ്റെ ബോഡി, എൻ്റെ ശരീരം വെളിവാകുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇൻ ശിഇതി സബർതി വലകിൽ ജന്ന. ഓ സഹോദരി, നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ അതാണ് നല്ലത്, നിങ്ങൾക്ക് സ്വർഗമുണ്ട്. അപ്പൊ ക്ഷമിക്കുന്നവർക്ക് സ്വർഗമുണ്ട്. രോഗമുണ്ട്, ആ രോഗാവസ്ഥയിൽ ക്ഷമ കൈക്കൊള്ളുന്നവർക്ക് സ്വർഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഈ ഹദീസിലൂടെ. തീർന്നില്ല. അപ്പം ഈ സഹോദരി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നീ ക്ഷമിക്കൂ, വലക്കിൽ ജന്ന, നിനക്കതിലൂടെ സ്വർഗമുണ്ട്. ഇനി ഇൻ ശിഇതി, അതല്ല നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ദഅഉതുല്ലാഹ്, ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തേക്കാം, അൻ യുആഫിയകി, നിനക്ക് സുഖം തരാൻ, നിനക്ക് ഈ രോഗമില്ലാതിരിക്കാൻ, നിനക്ക് ആഫിയത്ത് തരാൻ വേണ്ടി ഞാൻ അല്ലാഹുവിനോട് തേടിക്കൊള്ളാം. ഏതാ വേണ്ടത്? ഏതാ വേണ്ടത് എന്നുള്ള ചോദ്യമാണ്. നമ്മളാണെങ്കിൽ ഏത് തിരഞ്ഞെടുക്കും? മഹദിയായ ആ സഹാബാ വനിത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷമിച്ച സ്വർഗാണ് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ പറഞ്ഞു, ഫഖാലത്ത് അസ്ബിറു, ഞാൻ ക്ഷമിച്ചോളാം നബിയേ, എനിക്ക് സ്വർഗമാ വേണ്ടത്, ഞാൻ ക്ഷമിച്ചോളാം.
മരണം വരെ ഞാൻ സഹിച്ചോളാം, എനിക്ക് പ്രശ്നമില്ല. പക്ഷേ അവരൊരു അപേക്ഷ പറഞ്ഞത് നിങ്ങൾ നോക്കണം. ഫഖാലത്ത്, എന്നിട്ടാ മഹദി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞാൻ ക്ഷമിച്ചോളാം നബിയെ, പക്ഷേ എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്ത ഒരു കാര്യം ഇതിൻ്റെ കൂടെയുണ്ട്. അതില്ലാതിരിക്കാൻ തങ്ങൾ ദുആ ചെയ്യണം. അതെന്താ? ഇന്നി അതകശഫു, എൻ്റെ ശരീരം വെളിവാകുന്നുണ്ട്. എൻ്റെ ശരീരത്തിൻ്റെ മറ്റൊരാളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ എനിക്ക് അനുവാദമില്ലാത്ത വലാ യുബ്ദീന സീനതഹുന്ന, പെണ്ണേ നീ നിന്റെ അലങ്കാരം അല്ലാഹ് നിനക്ക് അനുവദിച്ചു തന്നവരുടെ അല്ലാത്ത മുമ്പിൽ നീ പ്രദർശിപ്പിക്കരുതെന്ന് പറഞ്ഞ എൻ്റെ ശരീരത്തിൻ്റെ ഔറത്ത് മറ്റൊരാൾ കാണാൻ പാടില്ലാത്ത സംഗതികൾ വെളിവാകുന്ന ഒരു പ്രശ്നം അത് കൂട്ടത്തിലുണ്ട്. ഫദുല്ലാഹ ലീ അല്ലാ തകശഫ്, അതൊന്നു മാറി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. ഞാൻ വീണോട്ടെ, ബോധം കെട്ട് വീണാലും എനിക്ക് പ്രശ്നമില്ല, ഞാൻ ക്ഷമിക്കും, സഹിക്കും. പക്ഷേ അങ്ങനെ വീഴുമ്പോൾ ഞാൻ അറിയാതെ എൻ്റെ ശരീരത്തിൽ നിന്ന് തുണി നീങ്ങിപ്പോകുന്ന ഒരസുഖമുണ്ട്. അതെനിക്കില്ലാതിരിക്കാൻ നബിയെ നിങ്ങൾ ദുആ ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞപ്പോൾ ഫദആലഹാ, അതിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. ഈ ഹദീസിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ഏത് അസുഖത്തിനും നമ്മൾ ക്ഷമയും സഹനവും പാലിക്കുന്നുവെങ്കിൽ അതിന് പകരം സ്വർഗമാണ് കിട്ടാനുള്ളത്. രണ്ടാമത്തത്, സാന്ദർഭികമായി ഞാൻ എൻ്റെ സഹോദരിമാരോട് ഓർമ്മിപ്പിക്കട്ടെ. ഈ സഹോദരി പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ഞാൻ വീഴുമ്പോൾ അറിയാതെ എൻ്റെ ശരീരത്തിൽ നിന്ന് തുണി നീങ്ങിപ്പോയിട്ട് മറ്റുള്ളവരെ കാണരുതാത്ത എൻ്റെ ശരീരത്തിൻ്റെ ഭാഗം കാണുന്നവരവസ്ഥ എനിക്കുണ്ട് നബിയേ. അതുകൊണ്ട് അതൊന്നു മാറിക്കിട്ടാൻ, അങ്ങനെ സംഭവിച്ചു പോകാതെ എൻ്റെ ഔറത്ത് ആലോകരെ കാണാത്ത നിലക്ക് എനിക്കൊരു കാവലി കിട്ടാൻ നബിയേ നിങ്ങൾ ദുആ ചെയ്യണം എന്ന് പറയുമ്പോൾ മനഃപൂർവ്വം സ്വന്തം ശരീരത്തിൻ്റെ ഔറത്ത് അന്യ ആണുങ്ങളുടെ മുമ്പിലേക്ക് പ്രദർശിപ്പിച്ച് നടക്കുന്ന പെണ്ണെ, മനഃപൂർവ്വം ഇത് ആളുകളുടെ മുമ്പിലേക്ക് പ്രദർശന വസ്തുവായി നടക്കുന്ന പെണ്ണിന്റെ അന്ത്യം എവിടേക്കാണ് പോകുന്നത്? എവിടെയാണ് പരലോകത്ത് അവൾക്ക് കിട്ടാനുള്ള സീറ്റ്? എത്ര ഗുരുതരമായി ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കേണ്ടതാ. സഹാബത്തിന്റെ സൂക്ഷ്മതയാത്. ബോധം കെട്ട് വീഴുമ്പോൾ ഔറത്ത് വെളിവായാൽ അവർ കുറ്റക്കാരിയല്ല, അവർ തെറ്റുകാരിയാകുന്നില്ല, അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്ക് ശിക്ഷ കിട്ടാനും പോകുന്നില്ല. പക്ഷേ എന്നിട്ട് പോലും ഞാൻ അറിയാതെ പോലും എൻ്റെ തുണി എൻ്റെ ശരീരത്തിൽ നിന്ന് നീങ്ങിയിട്ട് കാണരുതാത്ത ഒരാളെൻ്റെ ബോഡി കണ്ടുകൂടാ എന്ന് ആഗ്രഹിച്ച് അതിനു വേണ്ടി പ്രാർത്ഥിച്ച് അതിൻ്റെ കാര്യത്തിൽ മാത്രം വിഷമിച്ച മഹാന്മാരായ സ്വഹാബ വനിതകൾ പോയ സ്വർഗത്തിലേക്ക് പോകാൻ മുസ്ലിം സമുദായത്തിലെ പെണ്ണുങ്ങളെ ശരീരം മനഃപൂർവ്വം വെളിവാക്കിയിട്ട് അത് പരസ്യമായി റോട്ടിലൂടെ പ്രദർശിപ്പിച്ച് നടക്കുന്ന, പാർക്കുകളിൽ അത് പ്രദർശിപ്പിക്കുന്ന, അതുപോലെ തന്നെ ഷോപ്പിംഗ് മാളുകളിൽ അത് പ്രദർശിപ്പിക്കുന്ന, വിവാഹഘട്ടങ്ങളിൽ അത് പ്രദർശിപ്പിക്കുന്ന, അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിൽ അത് പ്രദർശിപ്പിക്കുന്ന, ആഘോഷവേളകളിൽ അത് പ്രദർശിപ്പിക്കുന്ന, യാത്രാവേളകളിൽ അത് പ്രദർശിപ്പിക്കുന്ന, സ്ക്രീനുകളിലൂടെ അത് പ്രദർശിപ്പിക്കുന്ന, അത് പ്രദർശിപ്പിക്കാൻ വേണ്ടി മക്കൾക്ക് ആ രൂപത്തിലുള്ള വസ്ത്രം വാങ്ങിക്കൊടുക്കുന്ന, അത്തരത്തിലുള്ള വസ്ത്രങ്ങൾ കൊണ്ട് ആടിപ്പാടി തിമർക്കുന്ന കുട്ടികൾക്ക് കൈയടിച്ച് പ്രോത്സാഹനം കൊടുക്കുന്ന രക്ഷിതാക്കളുള്ള ലോകത്ത്, ആ രൂപത്തിലുള്ള ഉമ്മമാരുള്ള ലോകത്ത്, ആ രൂപത്തിലുള്ള സ്ത്രീകളുള്ള ലോകത്ത് അവർക്ക് കിട്ടാൻ പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നരകം മാത്രമാണ്. സ്വർഗത്തിൽ അവർ പ്രവേശിക്കില്ലെന്ന് മാത്രമല്ല, ലാ യദ്ഖുൽനൽ ജന്നത വലാ യജിദുന റീഹഹാ, സ്വർഗത്തിൽ അവർ പ്രവേശിക്കില്ലെന്നത് പോകട്ടെ, ആ സ്വർഗത്തിൻ്റെ മണം, സുഗന്ധം എത്രയോ വർഷങ്ങളുടെ വഴിദൂരം അടിച്ചു വീശുന്ന സുഗന്ധമാണ്. അത്രയും ദൂരത്തേക്ക് പോലും അത്തരത്തിലുള്ള പെണ്ണിനെ അള്ളാഹു അടുപ്പിക്കുന്നതല്ല എന്ന് വളരെ കൃത്യമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സാന്ദർഭികമായി ഇതിനോട് നമ്മൾ ചേർത്ത് വായിക്കണം. സഹാബത്തിൻ്റെ ഒരു സൂക്ഷ്മതയാത്, മുൻഗാമികളുടെ സൂക്ഷ്മത. അറിയാതെ പോലും എൻ്റെ ഒരു ശരീരത്തിൽ നിന്ന് തുണി നീങ്ങിയിട്ട് മറ്റൊരാണുങ്ങൾ കാണാൻ ഇടവരരുത്. നമ്മുടെ സമുദായം, മുസ്ലിം സമുദായം എല്ലാ ഘട്ടങ്ങളിലും, വിവാഹത്തിൻ്റെ ദിവസത്തിലും അല്ലാത്ത ദിവസത്തിലും മറ്റ് ഘട്ടങ്ങളിലൊക്കെ ആടിത്തമർക്കാണ്, നിറഞ്ഞാടുകയാണ്. എന്തിന്? കണ്ടോ, നോക്കിക്കോ എൻ്റെ ശരീരത്തിലേക്ക് എന്നും പറഞ്ഞ് ആണുങ്ങളെ എങ്ങനെയൊക്കെ വശീകരിക്കാനാകുമോ ആ രൂപത്തിലുള്ള വശീകരണ വിദ്യകളൊക്കെ
വസ്ത്രാലങ്കാരത്തിൻ്റെ പേരിൽ നടത്തിക്കൊണ്ട് ഔറത്ത് വെളിവാക്കുന്ന പെണ്ണിന് കിട്ടാനുള്ള സങ്കേതം എവിടെ? മഹാന്മാരായ മുൻഗാമികൾ പോകുന്ന സ്വർഗം എവിടെ? ഗൗരവത്തോട് ആലോചിക്കണം. എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന ആളുകൾ എല്ലാവരും മനസ്സിലാക്കുക. നിങ്ങളുടെ ഉത്തരവാദപ്പെട്ട നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ മകൾ, നിങ്ങളുടെ പെങ്ങൾ, നിങ്ങളുടെ ഉമ്മ ഇത്തരക്കാരിയാണോ? നിങ്ങളുടെ ചെലവ്, നിങ്ങൾ അയച്ചു കൊടുക്കുന്ന പണം, നിങ്ങളുടെ ഡ്രാഫ്റ്റ്, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ അധ്വാനത്തിൻ്റെ പങ്ക് പറ്റിയിട്ട് ഈ ഹറാമ് ചെയ്യുന്ന ആളുകളാണോ അവർ? എങ്കിൽ നിയന്ത്രിക്കണം. പരലോകത്ത് ഉത്തരവാദിത്തമുണ്ട്. ഉത്തരവാദിത്തത്തിൽ നിന്ന് ആരും കൈ കഴുകി രക്ഷപ്പെടാമെന്ന് നമ്മളാരും വിചാരിക്കരുത്. നമ്മൾക്കൊക്കെ ഉത്തരവാദിത്തമുണ്ട്. സാന്ദർഭികമായി ഞാനത് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര ചിന്തിക്കേണ്ട കാര്യമാണ് ഇവിടെ. സഹാബത്തിൻ്റെ സൂക്ഷ്മത. ഈ ഒരു സഹോദരി അറിയാതെ പോലും തൻ്റെ ബോഡി മറ്റൊരാൾ കാണുന്നതിൻ്റെ പേരിൽ സങ്കടപ്പെട്ട് റസൂലുള്ളാഹിനോട് വന്ന് പറയുമ്പോൾ മനഃപൂർവ്വം കാശ് കൊടുത്തിട്ട് സ്വന്തം മേനി പ്രദർശിപ്പിക്കുന്ന മുസ്ലിം സമുദായം, എത്രയാണ് അതിൻ്റെ ഗൗരവം സഹോദരന്മാരെ. അതെല്ലാവരും ഉൾക്കൊള്ളണം. ശരി, ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരികയാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് ഈ സഹോദരി വിഷമിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? സഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്നാ പറഞ്ഞത്. അപ്പം സഹനവും ക്ഷമയുമൊക്കെ രോഗാവസ്ഥയിൽ കൈക്കൊള്ളാൻ നമുക്ക് ഭാഗ്യം കിട്ടിയാൽ ആ ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരന്മാർ, ഇതൊക്കെ പറയാനും പ്രസംഗിക്കാനും എഴുതാനൊക്കെ എളുപ്പമാണ്. സ്വന്തമായി കൊണ്ട് ആ രൂപത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയരാകുമ്പോഴാണ് പലപ്പോഴും നമ്മൾ പതറിപ്പോകാറുള്ളത്. അള്ളാഹു പതറാത്ത ഈമാനും തവക്കുലുമൊക്കെ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരന്മാരെ, സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് നടന്ന മറ്റൊരു സംഭവം നോക്കൂ. രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ആ രോഗത്തിൻ്റെ പേരിൽ പിച്ചും പേയും പറഞ്ഞ് ആ രോഗത്തെ ചീത്ത പറയുന്ന സ്വഭാവത്തെ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടെ വിലക്കുകയാണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഉമ്മുസായിബ്, അതല്ലെങ്കിൽ ഉമ്മുൽ മുസയ്യബ്, രണ്ടാലൊരു ഉമ്മയാണ്. ആ ഉമ്മയുടെ അരികിലേക്ക് പ്രവേശിച്ചു. അവർ രോഗിയായി കിടക്കുകയാണ്. ആ സമയത്ത് ചോദിച്ചു, മാലക്കി യാ ഉമ്മ സായിബ് ഔ യാ ഉമ്മൽ മുസയ്യബ്, നിങ്ങൾ എന്താ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ളത്? നിങ്ങളിങ്ങനെ പിച്ചും പേയും പറഞ്ഞ് ഇങ്ങനെ പിറുപിറുത്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? എന്താ നിങ്ങൾക്ക് ബാധിച്ചത്? അവർ പറഞ്ഞു, വൽ ഹുമ്മ, എനിക്ക് പനിയാണ് നബിയെ, പനി ബാധിച്ചിരിക്കുന്നു എനിക്ക്. എന്നിട്ട് അവർ പറഞ്ഞു, ലാ ബാറക്കല്ലാഹു ഫീഹാ എന്നും പറഞ്ഞു പനിയെ ചീത്ത പറഞ്ഞു. എന്തൊരു നശിച്ച പനി, ഒരു ബർക്കത്തുമില്ലാത്ത, ഒരു അനുഗ്രഹവും ഇല്ലാത്ത, എന്നെ ആകെ കഷ്ടപ്പെടുത്തി, ഞാൻ ആകെ പ്രയാസത്തിലാക്കിയ ഒരു വല്ലാത്തൊരു ഹലാക്കിൻ്റെ പനിന്ന് നമ്മൾ പറയില്ലേ, ആ നിലക്ക് പനിയെ ശപിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ സഹീഹ് മുസ്ലിമിലെ സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ തസുബ്ബിൽ ഹുമ്മാ, മുസായിബേ, പനിയെ ചീത്ത പറയരുത്, രോഗത്തെ ചീത്ത പറയല്ല, പനിയെ ചീത്ത പറയല്ല. ഫഇന്നഹാ തുദ്ഹിബു ഖതായാ ബനീ ആദം, അത് മനുഷ്യന്റെ പാപങ്ങളെ പോക്കിക്കളയും. പനി നിനക്ക് ബാധിച്ചാൽ ആ പനി നിന്റെ പാപങ്ങളെ പോക്കിക്കളയും. കമാ യുദ്ഹിബുൽ കീറു ഖബ്സൽ ഹദീദ്, ഇരുമ്പ് തീയിലിട്ടിട്ട് കൊല്ലൻ പഴുപ്പിക്കുമ്പോൾ, കൊല്ലനതാ ഇരുമ്പ് പണിക്കാരൻ തീയിലിട്ട് ഇരുമ്പ് ഉരുക്കി ഇങ്ങനെ പഴുപ്പിക്കുമ്പോൾ ആ ഇരുമ്പിൽ നിന്ന് ദുഷിച്ച നീരുകൾ പുറത്തു പോകും പോലെ, ആ ഇരുമ്പിൽ നിന്ന് കീടങ്ങൾ പുറത്തു നശിച്ചു പോകുന്നത് പോലെ നിങ്ങളെ ഇതാ ഈ പനിയിലൂടെ നിങ്ങളെ സ്ഫുടം ചെയ്തെടുക്കുകയാണ്, സംസ്കരിച്ചെടുക്കുകയാണ്. നിങ്ങളുടെ പാപങ്ങളതാ ഇത് മുഖേന അല്ലാഹു ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സഹിക്കണേ, ക്ഷമിക്കണേ, ക്ഷമകേടിൻ്റെ വാക്കുകൾ പറയാതിരിക്കൂ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് രോഗം വന്നാലും നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ബന്ധുക്കളിലും കുടുംബങ്ങളിലൊക്കെ രോഗികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കേണ്ട മെസ്സേജാണിത്, സന്ദേശമാണിത്, അവരെ പഠിപ്പിക്കേണ്ടുന്ന ആശ്വാസത്തിൻ്റെ വാക്കുകളാണിത്. തൻ്റെ മനസ്സിനെ കൂടുതൽ കൂടുതൽ നിയന്ത്രിക്കാൻ ഇതൊക്കെ കൃത്യമായി വിശ്വസിക്കുന്ന മുഅ്മിനിന് മാത്രമേ സാധിക്കുള്ളൂ. അല്ലാത്തവരാണ് പെട്ടെന്ന് പതറിപ്പോവുക, അല്ലാത്തവർ പെട്ടെന്ന് നിരാശക്കടിമപ്പെട്ടു പോകും. മറിച്ച് സത്യവിശ്വാസിയിൽ എന്താ ഉണ്ടാകുന്ന മാറ്റം? സത്യവിശ്വാസിയിൽ തവക്കുല് വർദ്ധിക്കും, തളർറുഅ് വർദ്ധിക്കും, അള്ളാഹുവിനോടുള്ള വിനയം വർദ്ധിക്കും. കൂടുതൽ അവൻ ദുആ ചെയ്യാൻ തുടങ്ങും, കൂടുതൽ കൂടുതൽ ഇഖ്ലാസോടുകൂടി പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുന്ന വേളയിൽ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം
അയ്യൂബ് നബി അലൈഹിസ്സലാമിന് കടുത്ത പരീക്ഷണങ്ങൾ ഉണ്ടായി. മഹാനവറുകൾ എന്താ ചെയ്തത്? ഒരു സൃഷ്ടികളോടും തൻ്റെ രോഗത്തെക്കുറിച്ച് ആവലാതി പറഞ്ഞ് കരഞ്ഞു പറഞ്ഞില്ല. വരുന്നവരോടൊക്കെ സങ്കടം പറയാൻ നിന്നില്ല. വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയദ്ദുർറു വഅൻത അർഹമുർ റാഹിമീൻ. അയ്യൂബ് അലൈഹിസ്സലാം ഇദ് നാദാ റബ്ബഹു, തൻ്റെ റബ്ബിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. റബ്ബിനോട് പറയാണ്. അതാണ് നമ്മളൊക്കെ ചെയ്യേണ്ടത്. റബ്ബിനോട് പറയാ. വരുന്നവരോടൊക്കെ രോഗത്തിൻ്റെ സങ്കടം പറയല്ല, ആളുകളോട് പറയല്ല, പരാതിപ്പെടല്ല, വിഷമങ്ങൾ അറിയിക്കല്ല. റബ്ബിനോട് കൂടുതൽ തവക്കുൽ, റബ്ബിലേക്ക് കൂടുതൽ വിനയം, റബ്ബിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ അയ്യൂബ് അലൈഹിസ്സലാം പറഞ്ഞത്? അന്നീ മസ്സനിയദ്ദുർറു, എനിക്ക് വിഷമം ബാധിച്ചിരിക്കുന്നു റബ്ബേ. വഅൻത അർഹമുർ റാഹിമീൻ, നീ കാരുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും കൂടുതൽ കരുണ ചെയ്യുന്ന റബ്ബാണല്ലോ. നീ എന്നോട് കരുണ ചെയ്യണേ, നീ എനിക്ക് ശിഫ നൽകണേ. അങ്ങനെ പ്രാർത്ഥിച്ച് മഹാനവറുകൾ ജീവിക്കുന്നു. ക്ഷമകേടിൻ്റെ വാക്ക് പറഞ്ഞിട്ടില്ല, അസഹ്യത പ്രകടിപ്പിച്ചിട്ടില്ല. ഖുർആൻ മഹാനായ അയ്യൂബ് അലൈഹിസ്സലാമിനെ പ്രത്യേകം പ്രശംസിച്ചു പറഞ്ഞ വാചകം നമ്മൾ മനസ്സിലാക്കണം. ഇത്രയൊക്കെ പരീക്ഷണങ്ങൾക്ക് വിധേയനായിട്ടും അയ്യൂബ് അലൈഹിസ്സലാം പതറിയിട്ടില്ല. ഇന്നാ വജദ്നാഹു സാബിറാ നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. സൂറത്ത് സ്വാദിലെ 44-ാമത്തെ ആയത്തിൽ കാണാം, ഇന്നാ വജദ്നാഹു സാബിറാ, നിശ്ചയമായും അയ്യൂബിനെ നാം കണ്ടെത്തി സ്വാബിറൻ, നല്ല ക്ഷമിക്കുന്ന മനുഷ്യനായിട്ടാണ് ഞാൻ കണ്ടത്. അല്ലാഹ് പറയാണ്, നല്ല ക്ഷമയായിരുന്നു അയ്യൂബിന്. നിഅമൽ അബ്ദ്, എത്ര നല്ല അടിമ. ഇന്നഹു അവ്വാബ്, അദ്ദേഹം വളരെയേറെ അല്ലാഹുവിങ്കലേക്ക് ഖേദിച്ചു മടങ്ങുന്നയാളായിരുന്നു. ഏത് പ്രതിസന്ധിയിലും പതറിയിട്ടില്ല. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ നന്മയാക്കി മാറ്റിയെടുക്കാൻ നമ്മുടെ മനസ്സിന് നമ്മൾ പഠിപ്പിക്കേണ്ട തത്വങ്ങളായി ഇതൊക്കെ. മനുഷ്യൻ്റെ മനസ്സിൽ അവൻ്റെ ദൗർബല്യം, ഇങ്ങനെ ഞാൻ ദുർബലനാണ് എന്ന് മനസ്സിന് ബോധ്യമാകും. രോഗങ്ങളൊക്കെ വരുമ്പോൾ കിബിറ് കുറച്ച് കുറയും. കിബിറുള്ള മനുഷ്യൻ്റെ കിബിറ് കുറച്ച് കുറയും, പൊങ്ങച്ചം നശിക്കും. മനുഷ്യനെപ്പോഴും ഞാൻ തന്നെ മതി, എനിക്ക് വേറെ ആരും വേണ്ട എന്നൊക്കെ തോന്നലെപ്പോഴാണെന്നറിയോ? ഇന്നൽ ഇൻസാന ലയത്ഗാ അർആഹു ഇസ്തഗ്നാ, നിശ്ചയമായും മനുഷ്യൻ കുറച്ച് ധിക്കാരിയായി മാറുന്നു. മനുഷ്യൻ വല്ലാതെ നെകളിപ്പ് കാണിക്കുന്നു. മനുഷ്യൻ വല്ലാത്ത പൊങ്ങച്ചവും അതുപോലെ തന്നെ അഹന്തയും ധിക്കാരവും ദുരഭിമാനവും ഒക്കെ അവനെ പിടികൂടും. എപ്പോ? അർആഹു ഇസ്തഗ്നാ, അവൻ തന്നെ ഞാൻ എല്ലാത്തിനും പോന്നവനാണെന്ന് കാണുമ്പോൾ. എനിക്ക് ആരുടെയും സഹായമൊന്നും വേണ്ട, ഞാൻ തന്നെ മതി, എനിക്ക് ഞാൻ തന്നെ മതി, ഞാൻ സ്വയം പര്യാപ്തനാണ് എന്നൊക്കെ മനുഷ്യൻ്റെ കിബിർ അതൊക്കെ ഒന്നിങ്ങനെ ഡൗണായി വരും. എപ്പോൾ? ആരോഗ്യത്തിന് ഇങ്ങനെ കമ്മി വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ മനുഷ്യൻ അതൊക്കെ ഒരു കമ്മി അവൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാകും. മാത്രമല്ല സഹോദരന്മാരെ, നമ്മൾ എന്ത് ചെയ്യണം? രോഗമില്ലാത്ത അവസ്ഥയിൽ, രോഗമില്ലാതെ നല്ല ആരോഗ്യമുള്ള കാലത്ത് നാം ഇബാദത്തുകളിലൊക്കെ വളരെ ശ്രദ്ധ പുലർത്തണം എന്നാണ്. രോഗമില്ലാത്ത കാലത്ത് ഇബാദത്തുകളിലൊക്കെ നമ്മൾ വളരെയേറെ ശ്രദ്ധ പുലർത്തണം. ഇന്നെന്താ, ഇന്നൊരു തലവേദന വന്നാൽ അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും ഒരു ചെറിയ രോഗം വരുമ്പോഴേക്ക് നമ്മൾ നിസ്കാരം ഒഴിവാക്കി മറ്റു കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു, ക്ഷമകേടായി. അതേ അവസരത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നല്ല ആരോഗ്യമുള്ള ഘട്ടത്തിൽ നന്നായ ഇബാദത്തുകളിൽ ശ്രദ്ധിച്ചിരുന്ന മനുഷ്യനാണെങ്കിൽ അയാൾക്ക് അള്ളാഹു അയാളോട് കാണിക്കുന്ന ഒരു കാരുണ്യമുണ്ട്. അതെന്താ? ആരോഗ്യാവസ്ഥയിൽ അയാൾ ചെയ്തിരുന്ന അതുപോലത്തെ ഇബാദത്തിൻ്റെ പുണ്യം രോഗിയായ കാലഘട്ടത്തിൽ അയാൾക്കത് ചെയ്യാൻ കഴിയില്ലെങ്കിലും അള്ളാഹു അത്ര തന്നെ കൂലി കൊടുക്കും എന്നാണ്. അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം നോക്കൂ നിങ്ങൾ. എന്താ അവിടെ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ മരിദൽ അബ്ദു, ഒരടിമ രോഗിയായി കഴിഞ്ഞാൽ, ഔ സാഫറ, അല്ലെങ്കിൽ അവൻ യാത്രയിലായി, അങ്ങനെ രോഗം കാരണമായിട്ടോ യാത്ര കാരണമായിട്ടോ അവൻ മുടങ്ങാതെ നിർവഹിച്ചിരുന്ന ഇബാദത്തുകൾ, മുടങ്ങാതെ ചെയ്തിരുന്ന സൽക്കർമ്മങ്ങൾ,
മുടങ്ങാതെ ചെയ്തിരുന്ന നല്ല നല്ല കാര്യങ്ങൾ രോഗിയായ കാരണത്താൽ അവന് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും കുത്തിബലഹു അവന് പ്രതിഫലമായി കൊണ്ട് അല്ലാഹ് രേഖപ്പെടുത്തും മിസ്ലമാകാന യഅമലു മുഖീമൻ സഹീഹാ അവൻ നല്ല ആരോഗ്യമുള്ള യാത്രയിലൊന്നുമല്ലാത്ത കാലത്ത് അവൻ നല്ല ഇബാദത്തിൽ ശുഷ്കാന്തിയും സൽക്കർമ്മങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ചവനുമായിരുന്നുവെങ്കിൽ രോഗം കാരണമായിട്ടോ യാത്ര കാരണമായിട്ടോ വല്ല ഇബാദത്തും മുടങ്ങിപ്പോയാൽ തന്നെയും ഫർളായ കാര്യങ്ങളല്ല പറയുന്നത്, മറ്റുള്ള സുന്നത്തായ കാര്യങ്ങളൊക്കെ ഒരാൾക്ക് മുടങ്ങിപ്പോയാൽ തന്നെയും അല്ലാഹു അവന് പൂർണ്ണമായ പ്രതിഫലം അതിലൂടെ കൊടുക്കും. ഇത് അല്ലാഹ് ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യമാണ്. മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാം, മാ അഹദും മിനൻ നാസി യുസാബു ബിബലാഇൻ ഫീ ജസദിഹി ഇല്ലാ അമറല്ലാഹു അസ്സ വജല്ല അൽ മലായിക ഫീ കുല്ലി യൗമിൻ വലൈല മാ അഹദും മിനൻ നാസി യുസാബു ബിബലാഇൻ ഫീ ജസദിഹി ഇല്ലാ അമറല്ലാഹു അസ്സ വജല്ല അൽ മലായികത അല്ലദീന യഹ്ഫളൂനഹു ഫഖാല ഉക്തുബൂ ലി അബ്ദി ഫീ കുല്ലി യൗമിൻ വലൈല മാ കാന യഅമലു മിൻ ഖൈരിൻ മാ കാന ഫീ വിസാഖി. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഏതെങ്കിലും ഒരു മനുഷ്യൻ അവന് ശാരീരികമായിട്ടൊരു രോഗം ബാധിച്ചു, ശാരീരികമായിട്ടൊരാൾക്കൊരു ആപത്ത് ബാധിച്ചു എങ്കിൽ അല്ലാഹു തആല അവൻ്റെ നന്മകൾ എഴുതുന്ന കാവൽക്കാരായ മലക്കുകളോട് കൽപ്പിക്കും, എൻ്റെ അടിമക്ക് രാവും പകലും നിങ്ങൾ പുണ്യം എഴുതി വെക്കൂ. ഏതുപോലെ നല്ല ആരോഗ്യമുള്ള കാലത്ത് അയാൾ അമല് ചെയ്തിരുന്നത് പോലെ ഇപ്പം അയാൾക്ക് ആരോഗ്യമില്ലാത്തത് കൊണ്ടാണ് അയാൾ അത് ചെയ്യാത്തത്. ചെയ്യാൻ മനസ്സുണ്ട്, പക്ഷെ കഴിയുന്നില്ല, ആഫിയത്തില്ല. എന്നാലും ആഫിയത്തുള്ള കാലത്ത് ചെയ്തിരുന്നത് പോലത്തെ കൂലി ഇപ്പം അത്രയൊന്നും ചെയ്യാൻ കഴിയാത്ത ആ വ്യക്തിക്ക്, മുഅ്മിനായ എൻ്റെ അടിമക്ക് വേണ്ടി രേഖപ്പെടുത്തൂ മലക്കുകളെ എന്ന് അള്ളാഹു നമ്മുടെ നന്മകൾ രേഖപ്പെടുത്തുന്ന കാവൽക്കാരായ മലക്കുകളോട് അള്ളാഹു കൽപ്പിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. തത്തുല്യമായ വേറെയും ഹദീസ് കാണാം, ഇദാ കാനൽ അബ്ദു യഅമലു അമലൻ സാലിഹൻ ഫശഗലഹു അൻഹു മറദുൻ ഔ സഫറുൻ കുതിബ ലഹു കസാലിഹി മാ കാന യഅമലു വഹുവ സഹീഹുൻ മുഖീം. ഇത് അബൂ ദാവൂദിലുള്ളതാണ്. ആദ്യം പറഞ്ഞത് ബുഖാരിയിലാണ്, രണ്ടാമത് പറഞ്ഞത് അഹ്മദ് റിപ്പോർട്ട് ചെയ്തതാണ്. ഇതിലൊക്കെയുള്ള ആശയം പ്രിയമുള്ളവരെ അതാ. എന്താ പറഞ്ഞതിൻ്റെ ഉദ്ദേശം? അപ്പം നമ്മൾ 5 നേരം കൃത്യമായി ജമാഅത്തിന് പോയിരുന്ന ഒരു സത്യവിശ്വാസിയാണ്. അള്ളാഹു നമ്മെ ഒക്കെ അതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആ നിലക്ക് ശ്രദ്ധയോടുകൂടെ 5 നേരം ജമാഅത്തിനൊക്കെ പോയിരുന്ന ഒരാൾ ഒരു ദിവസം അയാൾ രോഗിയായപ്പോൾ അയാൾക്ക് ജമാഅത്തിന് പോകാൻ വയ്യ. മനസ്സിൽ വല്ലാത്ത ആഗ്രഹമുണ്ട്, ജമാഅത്ത് പള്ളിയിൽ നടക്കുന്നു, അള്ളാഹ് പോകാൻ കഴിയുന്നില്ലല്ലോ, അയാൾ ആഫിയത്തില്ല. അയാൾ വീട്ടിൽ വെച്ച് അയാൾക്ക് കഴിയുന്ന രൂപത്തിൽ അയാൾ നിസ്കരിച്ചാൽ അയാൾ ആഫിയത്തുള്ള കാലത്ത് അയാൾ പ്രയാസം സഹിച്ചുകൊണ്ട് പള്ളിയിൽ പോയി നിസ്കാരത്തിൽ പങ്കെടുത്തതിൻ്റെ തുല്യമായ കൂലി ഇവിടുന്ന് അയാൾ വീട്ടിൽ നിന്ന് കഴിയും പോലെ നിസ്കരിച്ചാലും അള്ളാഹു അയാൾക്ക് രേഖപ്പെടുത്തി കൊടുക്കാൻ മലക്കുകളോട് കൽപ്പിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയുന്നത്. അപ്പോൾ ആവും കാലത്ത് നന്നായി ഇബാദത്ത് ചെയ്യണം, നല്ല ആഫിയത്തുള്ള കാലത്ത് നന്നായി ഇബാദത്ത് ചെയ്യണം. ആ കാലത്തൊന്നും ചെയ്യാതെ കുറേ കാലം കഴിഞ്ഞിട്ട് അള്ളാഹ് ഇപ്പോൾ ഊരൻ വരുന്നില്ലല്ലോ, കാലിൻ്റെ മുട്ട് വേദനയാണല്ലോ, നടക്കാൻ വയ്യല്ലോ, ഉള്ള കാലത്തൊന്നും ചെയ്തില്ല. അതേ അവസരത്തിൽ ഉള്ള കാലത്ത് കഴിയുന്നത്ര അമലുകൾ ചെയ്തു, പിന്നെ രോഗിയായി, അയാൾക്ക് കഴിയുന്നില്ല എങ്കിലും അള്ളാഹു അദ്ദേഹത്തിന് ആ രോഗാവസ്ഥയിൽ അയാൾക്ക് എങ്ങനെയാണോ അയാൾ ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ അതെത്ര ന്യൂനതയുള്ളതാണെങ്കിലും കുറവാണെങ്കിലും അള്ളാഹു പൂർണ്ണമായ പ്രതിഫലം ആ രോഗിയുടെ രോഗം മാനിച്ചുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തിന് നൽകും എന്നാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എത്രത്തോളം വലിയ രൂപത്തിൽ ആപത്തുകളും പരീക്ഷണങ്ങളും വന്നാലും അവിടെയൊക്കെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഏറ്റവും കൂടുതൽ പ്രതിഫലാർഹമായ കാര്യമാണ് എന്നാണ് ഇതിലൂടെയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇനി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വേറെയും ചില കാര്യങ്ങൾ നമുക്ക് സംസാരിക്കുവാനുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ നിർദ്ദേശങ്ങളെ മാനിച്ചുകൊണ്ട് ജീവിതത്തിൽ നല്ല തവക്കുലും സബറും ക്ഷമയും സഹനവും അവൻ്റെ വിധിയിൽ തൃപ്തിപ്പെടുവാനുള്ള ഒരു മനസ്സുമൊക്കെ നൽകിക്കൊണ്ട് നമ്മയെല്ലാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ങാനാവാത്ത പരീക്ഷണങ്ങളൊന്നും നൽകി പരീക്ഷിക്കാതെ അള്ളാഹു നമുക്ക് ഈമാനും അതുപോലെയുള്ള എല്ലാ രംഗത്തുള്ള
സബാത്തും ഉറച്ചു നിൽക്കുവാനുള്ള കഴിവും പ്രദാനം ചെയ്തുകൊണ്ട് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم. اللهم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. السلام عليكم ورحمة الله.